എന്റെ മറ്റൊരു യൂട്യൂബ് സെഷനിലേക്ക് ഏവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ DME സ്റ്റാഫ് നേഴ്സ് PSC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരെ സംബന്ധിച്ച് വളരെ 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 സന്തോഷകരമായ ചില വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻസ് തരാനാണ് ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറയുന്നത്. സോ നിങ്ങൾ കമ്പനിയിൽ കണ്ടതുപോലെ ഈ ഒരു മാസം എന്ന് പറയുന്നത്, ഈ ഡിസംബർ 2024 മാസം എന്ന് പറയുന്നത് കേരളത്തിലെ നേഴ്സുമാരെ സംബന്ധിച്ച് അത് GNM ആയിക്കോട്ടെ, PSC ആയിക്കോട്ടെ, പോസ്റ്റ് PSC ആയിക്കോട്ടെ, MSc ആയിക്കോട്ടെ, നേഴ്സിംഗ് കോഴ്സ് പഠിച്ച് ഇറങ്ങിയ നേഴ്സിംഗ് ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച്, കേരളത്തിലെ ഗവൺമെന്റ് ജോലി ആഗ്രഹിക്കുന്ന നേഴ്സുമാരെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു മാസമായിട്ട് മാറിയിരിക്കുകയാണ് ഈ 2024 ഡിസംബർ എന്ന് പറയുന്നത്. നേഴ്സുമാരെ സംബന്ധിച്ച്, ഗവൺമെന്റ് ജോലി ആഗ്രഹിക്കുന്ന നേഴ്സുമാരെ സംബന്ധിച്ച് വമ്പൻ അവസരങ്ങളാണ് ഈ ഒരു മാസം നിങ്ങളെ തേടിയെത്തിയിരിക്കുന്നത്. വമ്പൻ അവസരം എന്ന് പറഞ്ഞാല് വളരെ വലിയൊരു അവസരമാണ്. കാരണം സാധാരണ ഒരു വെടിക്ക് നമ്മൾ 2 പക്ഷി എന്നാണ് പറയുന്നത്, അല്ലെ? പക്ഷെ ഇവിടെ ഒരു വെടിക്ക് 4 പക്ഷി എന്ന കണക്കിലാണ് അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തിയിരിക്കുന്നത്. സോ ഒന്ന് മര്യാദയ്ക്ക് പഠിച്ചു കഴിഞ്ഞാൽ ആ പഠിക്കുന്ന 2-ൽ ഒരാൾക്ക് ജോലി 100% ഉറപ്പായിരിക്കുകയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. ഞാൻ വ്യക്തമായ കൃത്യമായ കഴിഞ്ഞ 3 വർഷത്തെ ഇപ്പൊ വന്ന നോട്ടിഫിക്കേഷനുകളുടെ അപ്പോയിന്റ്മെന്റ് സ്റ്റാറ്റസ് വെച്ചിട്ട് കൃത്യമായ കണക്കുകൾ നിങ്ങൾക്ക് ഞാൻ തരികയാണ്. നിങ്ങളെ സംബന്ധിച്ച് വളരെ സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ്. ഒന്ന് ആത്മാർത്ഥമായിട്ട് പ്രിപ്പയർ ചെയ്ത് ഈ ഒരു DME സ്റ്റാഫ് നേഴ്സ് PSC പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ തയ്യാറെടുത്തു കഴിഞ്ഞാൽ ഒരു വെടിക്ക് 4 പക്ഷിയാണ്. അതായത് DME സ്റ്റാഫ് നേഴ്സ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ തേടി എത്താൻ പോകുന്ന അവസരങ്ങൾ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമായിട്ടും ഞാൻ എപ്പോഴും പറയുന്നതാണ്, DME JPHN എക്സാം എന്ന് പറയുന്നത് വളരെ കുറഞ്ഞ വേക്കൻസി ഉണ്ടാവുള്ളൂ. കഴിഞ്ഞ 3 വർഷം കൊണ്ട് വെറും 26 നിയമനങ്ങൾ മാത്രമേ DME JPHN നടന്നിട്ടുള്ളൂ. എന്നാൽ DHS JPHN എക്സാം എന്ന് പറയുന്നത് നിങ്ങൾ വെറുതെ നിസ്സാരവൽക്കരിക്കരുത്. കാരണം കഴിഞ്ഞ DHS സ്റ്റാഫ് നേഴ്സ് PSC എക്സാമിനേക്കാളും ഓൾമോസ്റ്റ് 100 നിയമനങ്ങൾ നടന്ന എക്സാം ആണ്, അല്ലെങ്കിൽ കൂടുതലായിട്ട് 100 പേർക്ക് ഗവൺമെന്റ് ജോലി ലഭിച്ച പോസ്റ്റാണ് DHS JPHN എക്സാം എന്ന് പറയുന്നത്. സോ 1600ഓളം നിയമനങ്ങളാണ് കഴിഞ്ഞ 3 വർഷം JPHN എക്സാമിൽ നടന്ന. അത്രയും DHS സ്റ്റാഫ് നേഴ്സ് PSC എക്സാമിൽ 14 ജില്ലയിൽ നടന്നിട്ടില്ല. സോ അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട് ഈ JPHN DHS നോട്ടിഫിക്കേഷന്. സോ DME സ്റ്റാഫ് നേഴ്സ് PSC പരീക്ഷയ്ക്ക് പഠിക്കുന്നവരെ സംബന്ധിച്ച് ഒരു ഡബിൾ ബോണസ് ആണ്, അല്ലെങ്കിൽ ഒരു ലോട്ടറിയാണ്. സോ ഒന്ന് ആത്മാർത്ഥമായി ശ്രമിച്ചു കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ DME JPHN അവസരമുണ്ട്. അതുകൂടാതെ ഇപ്പോ ഓൾമോസ്റ്റ് എല്ലാ ജില്ലകളും NCA വേക്കൻസികൾ വിളിച്ചിരിക്കുകയാണ് JPHN. അതും നിങ്ങൾക്ക് പല റിസർവേഷൻ കാറ്റഗറിക്കാർക്കും അവസരമാണ്. അത് നോക്കുമ്പോൾ ഒത്തിരി, പിന്നെ ഹോമിയോപ്പതിയുടെ എക്സാം വരുന്നുണ്ട് അതിന്റെ കൂടെ. അതുപോലെ IMSന്റെ സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷൻ വരുന്നുണ്ട്, ANM എക്സാം വരുന്നുണ്ട്. ഇതിലെല്ലാം കുറച്ചെങ്കിലും നിയമനങ്ങൾ നടത്തുന്നുണ്ട്. സോ അതിൽ നോക്കുമ്പോൾ ഈ ഡിസംബർ മാസം എന്ന് പറഞ്ഞ കേരളത്തിലെ ഗവൺമെന്റ് നേഴ്സിംഗ് ജോലി ആഗ്രഹിച്ച് പഠിക്കാൻ ആഗ്രഹിക്കുന്നവരെ, അല്ലെങ്കിൽ ആത്മാർത്ഥമായി പഠിക്കുന്നവരെ സംബന്ധിച്ച് നിങ്ങൾ 2 പേര് പഠിക്കുന്നതിൽ ഒരാൾക്ക് 100% ജോലി ഉറപ്പാണ്. കൃത്യമായ കണക്ക് ഞാനിപ്പോ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണിച്ചുതരാം. കഴിഞ്ഞ കേരള PSCയുടെ നിയമനം, ഓരോ എക്സാമിന്റെ നിയമനം ഇത് വെച്ചിട്ട്. സോ ഒരാൾ തന്നെ, നിങ്ങൾക്കറിയാം ഇപ്പൊ കഴിഞ്ഞ DHS റാങ്ക് ലിസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്, അല്ലെ? ഇപ്പൊ ഇന്നലെ മലപ്പുറം പാലക്കാട് ജില്ല വന്നു. ഇപ്പൊ DHS റാങ്ക് ലിസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ അടുത്ത് എന്താണ്, DME എക്സാം നടക്കാൻ പോവുകയാണ്. സോ 50% DHS റാങ്ക് ലിസ്റ്റ് ഉള്ളവർ തന്നെ DME റാങ്ക് ലിസ്റ്റിലും വരും, അല്ലെ? സോ അപ്പം 2-ൽ ഏതിലെങ്കിലും ഒന്നില് കുറെ NCA വരും, അല്ലെ? അല്ലെങ്കിൽ നോൺ ജോയിനിങ് വരും കുറെ അധികം. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ തന്നെ കുറെ അധികം പുറകിലേക്ക് പോസ്റ്റിംഗ് നടക്കും നോർമലി. അത് കഴിഞ്ഞാലും അടുത്ത് വീണ്ടും അവസരമുണ്ട് JPHN എക്സാം, അല്ലെ? കുറെ JPHN അടുത്ത് ഈ DME ഉള്ളവർ തന്നെ ആയിരിക്കും DHS JPHL-ലും DME JPHL-ലും ഒരുപോലെ റാങ്ക് ലിസ്റ്റ് വരാൻ പോകുന്നത്. ഒരു ഡൗട്ടും ആർക്കും വേണ്ട. അതിൽ വരുന്ന DME റാങ്ക് ലിസ്റ്റിലും DHS ഒക്കെ ആദ്യം വരുന്നവർ തന്നെ ആയിരിക്കും JPHന്റെ റാങ്ക് ലിസ്റ്റിലും DME റാങ്ക് ലിസ്റ്റിലും ഒക്കെ വരാൻ പോകുന്നത്. ഇതിലൊക്കെ വീണ്ടും എന്ത് ചെയ്യും, നോൺ ജോയിനിങ് വരും. സോ വീണ്ടും പുറകിലുള്ളവർക്ക് കൂടുതലായിട്ട് ജോലി കിട്ടും. സാധാരണ ഓരോ റാങ്ക് ലിസ്റ്റ് ആദ്യ റാങ്കിലുള്ളവർക്ക് മാത്രമേ ജോലി കിട്ടാറുള്ളൂ. പക്ഷേ ഈ 4 റാങ്ക് ലിസ്റ്റ്, DHS സ്റ്റാഫ് നേഴ്സ് PSC റാങ്ക് ലിസ്റ്റ്, DME സ്റ്റാഫ് നേഴ്സ് PSC റാങ്ക് ലിസ്റ്റ്, JPHN DHS റാങ്ക് ലിസ്റ്റ്, ദെൻ JPHN DME റാങ്ക് ലിസ്റ്റ്, ഹോമിയോപ്പതിയുടെ റാങ്ക് ലിസ്റ്റ്, NCA കാറ്റഗറിയുടെ റാങ്ക് ലിസ്റ്റ്, ഇതെല്ലാം ഒരേ സമയം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഒത്തിരി നോൺ ജോയിനിങ്ങുകൾ വരും. സോ പുറകിലെന്ന് ഒരുപാട് നിയമനങ്ങൾ, ഒരുപാട് പുറകിലുള്ള റാങ്കിലുള്ളവർക്ക് പോലും ഒരുപാട് നിയമനം നടക്കാൻ പോവുകയാണ് ഈ ഒരു അടുത്ത 3 വർഷങ്ങൾ.
സോ നിങ്ങളെ നേഴ്സുമാരെ സംബന്ധിച്ച് ഇതിനും വലിയൊരു അവസരം, ഇത്ര വലിയൊരു അവസരം ഇനി ഒരിക്കലും വരാൻ പോകുന്നില്ല. ഇത്രമാത്രം അവസരം നിങ്ങൾക്ക് ഇനി ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല. അത്രയും വലിയ ചാൻസാ. കണക്കുകൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇപ്പൊ കാണുമ്പോൾ. അപ്പൊ ഞാൻ എല്ലാവരോടും ഒന്ന് റിക്വസ്റ്റ് ചെയ്യാണ്, നിങ്ങളൊന്ന് ആത്മാർത്ഥമായിട്ട് പഠിക്കുക. ഞാൻ വീണ്ടും പറയുന്നു, ഈ രണ്ടുപേര് പഠിച്ചതിൽ ഒരാൾക്ക് ജോലി കിട്ടുമെന്ന് പറയുന്നത് വെറുതെ കോച്ചിങ് സെന്ററിലെ പരസ്യങ്ങൾ കണ്ടിട്ട് അതിൽ പോയി ജോയിൻ ചെയ്യുന്നവർക്കല്ല. അല്ലെ, ആ ഒരു എക്സാമിനായിട്ട് കേരള PSC വന്നിരിക്കുന്ന സിലബസ് പഠിച്ച് പൂർത്തിയാക്കി പോയി എക്സാം എഴുതുന്ന രണ്ടുപേരിൽ ഒരാൾക്ക് 100% ജോലി കിട്ടും. ശരിക്കും കണക്ക് പറഞ്ഞു കഴിഞ്ഞാൽ 1.5, 1.5 ആളിൽ ഒരാൾക്ക് ജോലി കിട്ടുമെന്നാണ് ശരിക്കും കഴിഞ്ഞ എക്സാമിന്റെ റാങ്ക് ലിസ്റ്റുകളും അപ്പോയിന്റ്മെന്റ് സ്റ്റാറ്റസും വെച്ച് ചെക്ക് ചെയ്യുമ്പോൾ ഇപ്പോഴത്തെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 1.5 ആളിൽ ഒരാൾക്ക് ജോലി ശരിക്കും കിട്ടും. ഞങ്ങളൊന്ന് അത് കുറച്ചുകൂടി ഒന്ന് എടുത്ത്, ഇത്തവണ നിങ്ങൾക്കറിയാം OET പോലുള്ള എക്സാമ്പിൾ ഇപ്പൊ കുറച്ചൊക്കെ ഡിലേ വരുന്നുണ്ട് അല്ലെ, UK-ലും അല്ല ഡിലേ വരുന്നത് കൊണ്ട് കുറച്ചുകൂടി പേര് എക്സാം എഴുതും. ഒരു ആനുപാതികമായ ഒരു ഇൻക്രിമെന്റ് അല്ലെങ്കിൽ ഹൈക്കാണ് ഞങ്ങൾ ഇട്ടേക്കുന്നത്. 1.5-ൽ നിന്ന് 2 ഒരാളെന്ന രീതിയിൽ ഞങ്ങൾ ആക്കിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പൊ ഈ UK, അയർലൻഡ് പോലുള്ള ഇതിൽ കുറച്ചൊരു ഡിലേ വരുന്നത് കൊണ്ട് അതിന്റെ കുറച്ച് പേര് കൂടെ ഇത്തവണ എക്സാം എഴുതാം. അതുകൂടി കണക്കാക്കിയിട്ടാണ് ഈ 1.5-ൽ നിന്ന് ഒരാളെന്ന രീതിയിൽ ഞങ്ങൾ കുറച്ചുകൂടെ കൂട്ടിയിട്ട് 2 ഒരാൾക്ക് ജോലി കിട്ടും എന്നുള്ള കൃത്യമായ കണക്ക് ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. സോ വീണ്ടും ഞാൻ പറയുന്നു, അത് വെറുതെ കോച്ചിങ് സെന്ററിൽ ജോയിൻ ചെയ്ത അല്ലെങ്കിൽ പഠിച്ചു തുടങ്ങിയവരുടെ കാര്യമല്ല. കൃത്യമായിട്ട് ആ സിലബസ് പഠിച്ചെഴുതുന്നതിൽ 2 ഒരാൾക്ക് ജോലി 100% ഇത്തവണ ഉറപ്പാണ്. ദയവ് ചെയ്ത് ഞാൻ എല്ലാവരോടും റിക്വസ്റ്റ് ചെയ്യാണ്, നിങ്ങൾ GNM ആയിക്കോട്ടെ, പോസ്റ്റ് PSC ആയിക്കോട്ടെ, BSc നഴ്സിംഗ് ആയിക്കോട്ടെ, MSc നഴ്സിംഗ് ആയിക്കോട്ടെ, നിങ്ങൾ കേരളത്തിലെ ഗവൺമെന്റ് ജോലി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതിനും മികച്ചൊരു സമയം നിങ്ങൾക്ക് പഠിക്കാൻ ഇനിയില്ല. കാരണം DME എക്സാമിന് അത്യാവശ്യം പഠിക്കാൻ സമയമുണ്ട്. അതിന്റെ പകുതി സിലബസ് പോലും ഇല്ല. JPHN എക്സാമിന് കുറച്ച് നേരത്തെ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് പഠിച്ചു തീർക്കാൻ സമയമുണ്ട്. അത് കഴിഞ്ഞ് DME എക്സാമിന് വീണ്ടും 3-4 മാസം എക്സ്ട്രാ സമയം കിട്ടുന്നുണ്ട്. സോ ഒന്ന് മനസ്സറിഞ്ഞ് ഈ 2 എക്സാമിന് അറിഞ്ഞ് പഠിക്കുക. DME എക്സാമിന് മുന്നേ JPHN എക്സാം ഇടുന്നത് ആദ്യം കമ്മ്യൂണിറ്റി OBC ഉള്ള സബ്ജക്ട്സുകൾ കൂടുതൽ പ്രാധാന്യത്തിൽ ആദ്യം പഠിച്ചു തീർത്താൽ മാത്രം മതി. അല്ലെ, സിലബസ് അറിഞ്ഞ് പഠിച്ചാൽ വളരെ സിമ്പിൾ ആണ്. 2-ലും നിങ്ങൾ തന്നെ ആദ്യ റാങ്കിൽ ഉണ്ടാവും. അല്ല, ഒരു ഡൗട്ടും വേണ്ട. കഴിഞ്ഞ DHS എക്സാം എഴുതി കഴിഞ്ഞവർ അടുത്ത 2011 നിങ്ങൾക്ക് അറിയാം, JPHN എക്സാം DHS റാങ്ക് ലിസ്റ്റിൽ എല്ലാം ആദ്യ റാങ്കിൽ വന്നവരും ജോലി കിട്ടിയവരുമെല്ലാം ആ തൊട്ടു മുന്നത്തെ സ്റ്റാഫ് നേഴ്സ് എക്സാം എഴുതിയിട്ട് ഇത് കേസ് കൊടുത്ത് പിന്നെ വീണ്ടും നോട്ടിഫിക്കേഷൻ വന്ന എക്സാം എഴുതിയവരാണ് മുഴുവൻ ജോലി കിട്ടിയവർ. അതേ സാഹചര്യം തന്നെയാണ് ഇവിടെയും നടക്കാൻ പോകുന്നത്. ഈ DME സ്റ്റാഫ് നേഴ്സ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർ തന്നെയായിരിക്കും ഈ DHS JPHN-ലും DME JPHN-ലും ഒക്കെ നന്നായിട്ട് ആൻസർ ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ സ്കോർ ചെയ്യാൻ പോകുന്നത്. സോ അത് JPHN കോഴ്സ് പഠിച്ചാൽ ANM കോഴ്സ് പഠിച്ചവരെ സംബന്ധിച്ച് വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. അങ്ങനെ ഒരു സാഹചര്യം കഴിഞ്ഞ എക്സാമിൽ ഉണ്ടായിട്ടുണ്ട്. അത് നിങ്ങൾക്കും അറിയുന്ന കാര്യമാണ്. അല്ലാതെ ഞങ്ങൾ BSc-കാരെയും GNM-കാരെയും MSc-കാരെയും പ്രൊമോട്ട് ചെയ്തുകൊണ്ട് നിങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കാത്തതല്ല. നിലവിലെ സാഹചര്യത്തിൽ അവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ട്. പിന്നെ അവർ അതിലും വലിയൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ 41 വയസ്സ് വരെ എഴുതാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പൊ കഴിഞ്ഞ റെയിൽവേ എക്സാമിന് കുറേയധികം കുട്ടികൾ 43 വയസ്സ് വരെ അവർക്ക് എഴുതാം. സോ അങ്ങനെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന റെയിൽവേക്ക് വേണ്ടി 43 വയസ്സ് വരെ അപേക്ഷിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. ഇവരെല്ലാം JPHN വേണ്ടി എക്സാം എഴുതും. അതുകൊണ്ട് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പഠിക്കുക, സിലബസ് അറിഞ്ഞ് തന്നെ പഠിക്കുക കേട്ടോ. ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. കൃത്യമായ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റയാണ് ഞങ്ങൾ കഴിഞ്ഞ കേരള PSC നിയമനങ്ങളും. സോ നിങ്ങൾ പഠിച്ചാൽ അത്ര ഈസി ആയിട്ടായിരിക്കും നിങ്ങൾക്ക് ജോലി കിട്ടുക എന്നുള്ളതുമാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ മനസ്സിലാക്കി തരാൻ പോകുന്നത്. സോ ദയവ് ചെയ്ത് ഇനിയെങ്കിലും ഒന്ന് പഠിച്ചു തുടങ്ങുക. നിങ്ങൾക്ക് ആവശ്യത്തിന് സമയമുണ്ട്, പഠിച്ചു തീർക്കാൻ ആവശ്യത്തിന് സമയമുണ്ട്. അല്ലാതെ JPHN എക്സാമിന് വളരെ കുറച്ച് സിലബസേ ഉള്ളൂ എന്ന് കരുതിയിട്ട് JPHN-ന്റെ ക്ലാസ് മാത്രമല്ല അറ്റൻഡ് ചെയ്യേണ്ടത്. കാരണം അതിലും നന്നായിട്ട് DME സ്റ്റാഫ് നേഴ്സ് PSC എക്സാമിന് കുട്ടികൾ നന്നായിട്ട് പ്രിപ്പയർ ആവുന്നുണ്ട്. അപ്പൊ അവരെ സംബന്ധിച്ച് അവർക്ക് ഏത് ലെവലിൽ ക്വസ്റ്റ്യൻ വന്നാലും കമ്മ്യൂണിറ്റി OBJക്ക് ആൻസർ ചെയ്യാൻ കഴിയും. സോ നിങ്ങൾ വളരെ എളുപ്പത്തിലാണ് JPHN കോഴ്സ് എന്ന് പറഞ്ഞിട്ട് സ്റ്റാഫ് നേഴ്സ് എക്സാം പ്രിപ്പയർ ചെയ്യാതെ JPHN എക്സാമിന് വേണ്ടി മാത്രം പ്രിപ്പയർ ചെയ്യരുത്. അങ്ങനെ ചെയ്താലുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഹൈ ലെവൽ ക്വസ്റ്റ്യൻ വരുമ്പോൾ ഈ സ്റ്റാഫ് നേഴ്സ് എക്സാമിന് നന്നായിട്ട് സിലബസ് കംപ്ലീറ്റ് പ്രിപ്പയർ ചെയ്യുന്നവര് JPHN ലെവലിൽ നിന്നുള്ള എത്ര ഹൈ ലെവൽ ക്വസ്റ്റ്യൻ വന്നാലും അവർക്ക് എഴുതാൻ പറ്റും. JPHN-ന്റെ ലെവലിൽ മാത്രം പ്രിപ്പയർ ചെയ്യുന്നവരെ സംബന്ധിച്ച് പലപ്പോഴും ആ ക്വസ്റ്റ്യനുകൾ എക്സാം എഴുതാൻ കഴിയാതെ പോകും. അങ്ങനെ ഒരു വിഷമം ഉണ്ടാകാറുണ്ട്. ദയവ് ചെയ്ത് ആ ഒരു ലെവല് നിങ്ങൾ GNM, BSc, MSc ഒക്കെ ആണെങ്കിൽ JPHN വളരെ എളുപ്പത്തിൽ പഠിച്ച് തീർക്കാൻ പറ്റുന്നതാണ്. സ്റ്റാഫ് നേഴ്സ് അത്രയും പഠിക്കാൻ എനിക്ക് കഴിയില്ല എന്ന് കരുതിയിട്ട് സ്റ്റാഫ് നേഴ്സ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാതിരിക്കരുത്. അതും പഠിച്ചിട്ട് ഇതിനു കൂടി നിങ്ങൾ ട്രൈ ചെയ്യും. അപ്പോഴാണ് നിങ്ങൾക്ക് 2 അവസരങ്ങൾ കിട്ടുന്നത്. മറ്റേ 2 ഇല്ലാതെ പോകരുത്. ഓക്കെയാണോ? പറഞ്ഞ ആ ഒരു ക്ലാരിറ്റി കിട്ടുന്നുണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്നുള്ളത്.
സ്റ്റാഫ് നേഴ്സ് എക്സാമിന് നമ്മൾ പഠിക്കുന്ന ആ 2 സബ്ജക്ട്സിന് അതിന്റെ എക്സ്ട്രീം ലെവലിൽ പഠിക്കും അല്ലേ, അതിന്റെ പ്രീവിയസ് ക്വസ്റ്റൻ എല്ലാം ബേസിസിൽ. JPT സിലബസ് വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ ആ ഒരു ലെവലിലേക്കുള്ള ക്വസ്റ്റൻ എല്ലാം ആൻസർ ചെയ്യാൻ പറ്റണമെന്നില്ല, ആ ഒരു എക്സാം പോയിന്റുകളെല്ലാം പഠിക്കണമെന്നില്ല. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും, കാരണം മറ്റൊരു കൂടുതൽ സ്കോർ ചെയ്യാൻ സാധ്യതയുണ്ട്. അത് മനസ്സിലാക്കുക. അങ്ങനെ ഒത്തിരി കോണുകൾ വന്നുകൊണ്ടാണ് ഞാൻ വീണ്ടും അത് ഇന്നുകൂടി നിങ്ങളെ മനസ്സിലാക്കി തരുന്നത് കേട്ടോ. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ജനുവരി 15 അതുപോലെ JPH DME ജനുവരി 15 പിന്നെ DHS അതുപോലെ NC വേക്കൻസിയിൽ JPHന്റെ ജനുവരി ലാസ്റ്റ് വരെയാണ് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയട്ടോ. സോ ഈ 4 എക്സാമുകളുടെയും വെച്ചുള്ള ഒരു അനാലിസിസ് ആണ് കഴിഞ്ഞ എക്സാമുകളിൽ എങ്ങനെയായിരുന്നു, കഴിഞ്ഞതിൽ നിന്ന് എത്ര നിയമനങ്ങൾ നടന്നിട്ടുണ്ട്, എത്ര പേര് ലിസ്റ്റിൽ വന്നു, കംപ്ലീറ്റ് ഡേറ്റയാണ് ഓരോ ജില്ലയിൽ എത്ര പോസ്റ്റിംഗ് നിയമനങ്ങൾ നടന്നിട്ടുണ്ടെന്നുള്ള വ്യക്തമായ ഡേറ്റയും. അപ്പോൾ നമുക്ക് ടോട്ടൽ എത്ര പോസ്റ്റിംഗ് നേഴ്സുമാർക്ക് കഴിഞ്ഞ ഒരു 3 വർഷം ജോലി കിട്ടിയിട്ടുണ്ട്, ഇനി നമ്മൾ നോർമലി ഒരു എക്സാമിന് എത്ര പേരാണ് എക്സാം എഴുതുന്നത്, ഇതിൽ എത്ര പേർക്ക് ജോലി കിട്ടുന്നുണ്ട്, അതിന് പഠിച്ചെഴുതുന്നവർ എത്രയാണ്, കൃത്യമായ കണക്കാണ്. സോ ആദ്യം നമ്മൾ പറയുന്നത് കഴിഞ്ഞ DHS സ്റ്റാഫ് നേഴ്സ് PSC അഡ്വൈസ് സ്റ്റാറ്റസ് ആണ്. ഞാനിത് വളരെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. നിങ്ങൾക്കറിയാം ഈ അടുത്ത കാലത്ത് ഏറ്റവും കുറവ് പോസ്റ്റിംഗ് നടന്ന DHS ലിസ്റ്റ് ആണ് DHS ലിസ്റ്റ് എന്ന് പറയുന്നത് അല്ലെ. സോ അതുകൊണ്ട് ഞാൻ ഓരോ ജില്ലയുടെയും ഫൈനൽ ടോട്ടൽ അപ്പോയിന്റ്മെന്റ് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഒന്ന് വായിച്ച് മനസ്സിലാക്കാവുന്നത്. ഞാൻ ഓരോ റിസർവേഷൻ കാറ്റഗറിയുടെയും കൊടുത്തിട്ടുണ്ട്. ട്രിവാൻഡ്രം ജില്ലയിൽ നടന്നിട്ടുള്ള DHS പോസ്റ്റിംഗ് എന്ന് പറയുന്നത് 231 അഡ്വൈസ് ആണ് ടോട്ടൽ നടന്നിട്ടുള്ളത്. അതിൽ ഓരോ റിസർവേഷൻ കാറ്റഗറിയുടെയും റാങ്ക് കൊടുത്തിട്ടുണ്ട്, ലാസ്റ്റ് റാങ്ക് കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ആ റിസർവേഷൻ കാറ്റഗറിക്കാർ നിങ്ങളുടെ സ്റ്റാറ്റസ് ഒന്ന് മനസ്സിലാക്കുക, നിങ്ങൾ റിസർവേഷൻ എത്ര റാങ്കിൽ എന്നൊക്കെയാണ് നിയമനം നടന്നിട്ടുള്ളത്. പിന്നെ കൊല്ലത്തിൽ നടന്നിട്ടുള്ള 58 നിയമനങ്ങളാണ്. ആലപ്പുഴ ജില്ല 142 നിയമനങ്ങൾ, പത്തനംതിട്ട ജില്ല 61 നിയമനങ്ങൾ, കോട്ടയം 111 പേർക്ക് ജോലി ലഭിച്ചു, എറണാകുളം ജില്ല 209 പേർക്ക് ജോലി ലഭിക്കുകയുണ്ടായി, ഇടുക്കി ജില്ല 40, തൃശ്ശൂര് 93, പാലക്കാട് ജില്ല 139, മലപ്പുറം 127, കോഴിക്കോട് ജില്ല 112, വയനാട് 8 നിയമനങ്ങൾ മാത്രമാണ് നടന്നിട്ടുള്ളത്, കണ്ണൂർ 149, കാസർഗോഡ് 85 നിയമനങ്ങളാണ് ടോട്ടൽ നടന്നിട്ടുള്ളത്. കഴിഞ്ഞ DHS ലിസ്റ്റിൽ നിന്ന് 3 വർഷം നടന്നിട്ടുള്ള നിയമനങ്ങളാണ് ഈ കൊടുത്തത്. അങ്ങനെ ആകെ 3 വർഷം കൊണ്ട് നടന്നിരിക്കുന്ന നിയമനങ്ങൾ എന്ന് പറയുന്നത് 1565 ഇപ്പോഴും ചില ജില്ലകളിൽ ഇനിയും കുറച്ച് ടൈം കൂടി റാങ്ക് ലിസ്റ്റ് കാലാവധി ഉണ്ട്. ഇപ്പൊ ഇന്നുവരെ 1565 നിയമനങ്ങൾ ടോട്ടൽ നടന്നിട്ടുണ്ട്. 1565 നിയമനങ്ങളാണ് ടോട്ടൽ DHS സ്റ്റാഫ് നേഴ്സ് PSC ലിസ്റ്റിൽ നിന്ന് നേഴ്സുമാർക്ക് ജോലി ലഭിച്ചിരിക്കുന്നത് കഴിഞ്ഞ 3 വർഷത്തിൽ. ഇനി DME ലിസ്റ്റ് നിങ്ങൾക്കറിയാം, ഇപ്പൊ 2 വർഷം ഈ മാസം പൂർത്തിയാവുകയാണ്. ഇനി 1 വർഷ കാലാവധി കൂടിയുണ്ട്. ഇപ്പൊ DME സ്റ്റാഫ് നേഴ്സ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് അടുത്ത ജനുവരി വരെയാണ് ഇതിന് കാലാവധി ഉള്ളത്. സോ കഴിഞ്ഞ DME ലിസ്റ്റിൽ നിന്നും 1023 നിയമനങ്ങൾ നടന്നിട്ടുണ്ട്. അതൊന്ന് ഡീറ്റെയിൽ ഞാൻ പറയാം. ജനറൽ കാറ്റഗറി റിസർവേഷൻ ഇല്ലാത്തവരാണെങ്കിൽ ഓപ്പൺ കാൻഡിഡേറ്റിന് 911 റാങ്ക് വരെ നിയമനം നടന്നിട്ടുണ്ട്. EWS ആണെങ്കിൽ 1076 റാങ്ക് വരെ നിയമനം നടന്നിട്ടുണ്ട്. ഈഴവ ബാർ TA ആണെങ്കിൽ 907 വരെ മാത്രം. ഞാൻ അതുകൊണ്ടാണ് എപ്പോഴും പറയുന്നത്, ഈഴവ എന്ന് പറയുന്നത് ജനറൽ പോലെയാണ്, റിസർവേഷൻ ഇല്ലാത്തവരെ പോലെയാണ്, അത്രയും ആൾക്കാരുണ്ട്. അതിന്റെ അകത്തും ഓപ്പൺ കാൻഡിഡേറ്റിനകത്ത് മാത്രമേ നിന്നിട്ടുള്ളൂ. ഇനി SC കാറ്റഗറി ആണെങ്കിൽ സപ്ലി ലിസ്റ്റിൽ നിന്ന് ഇപ്പൊ തന്നെ 10ാമത്തെ ആളായി. ഇനി 1 വർഷത്തെ കാലാവധി ഉണ്ട് താരം. ഒന്ന് ആലോചിച്ച് നോക്കി എത്ര പേരെടുക്കുമെന്ന്. ST ആണെങ്കിൽ സപ്ലിയിൽ 39 പേര് ഇപ്പൊ തന്നെ എടുത്തു കഴിഞ്ഞു. മുസ്ലിം റിസർവേഷൻ ആണെങ്കിൽ 1711ാമത്തെ റാങ്ക് വരെ ആയിട്ടുണ്ട്. സോ മുസ്ലിം റിസർവേഷൻ ഒക്കെ ഉള്ളവരാണെങ്കിൽ നേഴ്സുമാരെ സംബന്ധിച്ച് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ് DME എക്സാം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ LC ബാർ ആംഗ്ലോ ഇന്ത്യൻ 1369ാമത്തെ റാങ്ക് വരെ ജോലി ലഭിച്ചു. ഇപ്പൊ തന്നെ ഇനി 1 വർഷം റാങ്ക് ലിസ്റ്റ് കാലാവധി ഉണ്ട്. മുസ്ലിം ഒക്കെ സപ്ലിയിൽ നിന്ന് കുറെ എടുക്കും ഉറപ്പായിട്ടും. ഇനി SIUC നാടാറാണെങ്കിൽ മെയിൻ ലിസ്റ്റിൽ മീൻസ് വിത്തിൻ OC ആണ്, ഓപ്പൺ കാൻഡിഡേറ്റ് അകത്ത് 892 വരെ മാത്രമേ എത്തിയിട്ടുള്ളൂ. ഹിന്ദി നാടാറാണെങ്കിൽ പക്ഷേ 1587 റാങ്ക് വരെ നിയമനമായിട്ടുണ്ട്. ധീവര 1023 നിയമനമായിട്ടുണ്ട്. പിന്നെ വിശ്വകർമ്മയും 1315ാമത്തെ റാങ്ക് വരെ ഇപ്പൊ തന്നെ നിയമനം നടന്നിട്ടുണ്ട്. ക്ലിയർ ആണോ? സോ അപ്പൊ 1200 ഇപ്പൊ തന്നെ നിയമനമായിട്ടുണ്ട്. ഇനിയും 1 വർഷത്തെ കാലാവധിയുണ്ട്. സോ എങ്ങനെ പോയാലും ഇനി ഒരു 500 നിയമനം കൂടി ഇനി 1 വർഷം കൊണ്ട്, കാരണം ആന്റിസിപ്പേറ്റഡ് ഉൾപ്പെടെയുള്ള വേക്കൻസി അവർക്ക് റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി കഴിയുന്ന സമയത്ത് കിട്ടും. സോ ഒരു 1500 നിയമനം എന്തായാലും അവർ മൊത്തം പ്രതീക്ഷിക്കാം. അപ്പൊ 1565 പ്ലസ് 1023 പ്ലസ് ഒരു 500 നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാം. ഇപ്പൊ തന്നെ 3000 സംതിങ് ആയി അല്ലെ.
അടുത്ത് വരുന്നത് ജൂനിയർ പബ്ലിക് ഹെൽത്ത് നേഴ്സ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആണ്. ഇപ്പൊ നിങ്ങൾ പലർക്കും ഡൗട്ട് ഉണ്ടായിരുന്നു. കഴിഞ്ഞ JPHN DME വന്നപ്പോ മെഡിക്കൽ കോളേജ് മീൻസ് DME സ്റ്റാഫിലേക്ക് ഒത്തിരി വേക്കൻസി ഉണ്ടാകും. പലരും ഡൗട്ടുകൾ ചോദിച്ചു. ഞാൻ അപ്പോഴേ പറഞ്ഞു വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. സോ വെറും 26 നിയമനങ്ങളാണ് ടോട്ടൽ നടന്നിട്ടുള്ളത് കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൽ നിന്ന് കേട്ടോ. 26 നിയമനങ്ങളാണ് ആകെ നടന്നിട്ടുള്ളത്. ഇനി അടുത്തതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് DHS ജൂനിയർ പബ്ലിക് ഹെൽത്ത് നേഴ്സ്. DME സ്റ്റാഫ് നേഴ്സിനെക്കാളും നിയമനം നടന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ആ റേഞ്ചിൽ തന്നെ അതിനേക്കാളും 1500 സംതിങ്, ഇത് 1649 നിയമനങ്ങൾ നടന്നിട്ടുണ്ട്. ഏകദേശം 100ന്റെ വ്യത്യാസമുണ്ട് അല്ലെ. JPHL DHS സ്റ്റാഫ് നേഴ്സിനെക്കാളും 100ഓളം പോസ്റ്റിംഗ് കൂടുതലായിട്ട് നടന്നിട്ടുണ്ട് DHS JPHL എക്സാം. ഞാൻ അതുകൊണ്ടാണ് DHSന്റെ ലിസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞു അതിനുവേണ്ടി ഞങ്ങൾ കോച്ചിങ് തരുന്നുണ്ട്, നിങ്ങൾക്ക് ക്ലാസ് തരുന്നുണ്ട്. കാരണം അത്രയും നിയമനം നടക്കുന്നുണ്ട്, സാധ്യതയുണ്ട് അല്ലെ. നോക്കിയേ, ട്രിവാൻഡ്രത്ത് 144 നിയമനം നടന്നു. കൊല്ലം ജില്ല 159 നിയമനം നടന്നു. സ്റ്റാഫ് നേഴ്സിൽ വേറെ 50 സംതിങ് നടന്നപ്പോഴാണ് കൊല്ലത്തിൽ JPHL 159 നിയമനം നടന്നത്. ആലപ്പുഴ 130, പത്തനംതിട്ട 62, കോട്ടയം 131, എറണാകുളം 112, ഇടുക്കി 131, തൃശൂർ 158, പാലക്കാട് 112, മലപ്പുറം 191, കോഴിക്കോട് 110, വയനാട് 21, കണ്ണൂർ വയനാട് ഓർക്കണം, സ്റ്റാഫ് നേഴ്സ് 8 നിയമനമാണ് ആകെ നടന്നത്. അവിടെ 21 നിയമനം JPHL നടന്നു. കണ്ണൂർ 124, കാസർഗോഡ് 64. അങ്ങനെ 1649 നേഴ്സുമാർക്ക് JPHL DHS നിയമനം നടന്നു. സ്റ്റാഫ് നേഴ്സിനെക്കാളും നിയമനം GNM, BSc, MSc കഴിഞ്ഞവർക്ക് JPHL കിട്ടി. നിങ്ങൾക്കറിയാം കൂടുതൽ നിയമനം ആ കേസ് കഴിഞ്ഞിട്ട് നടന്ന നോട്ടിഫിക്കേഷനിലൂടെയാണ് ജോലി കിട്ടിയത്. ഇപ്പൊ നോക്കിയേ, നേഴ്സുമാർക്ക് കേരള ഗവൺമെന്റ് ജോലി കിട്ടിയത് DHS സ്റ്റാഫ് നേഴ്സ് PSC 1565 പേർക്കാണ്. DME സ്റ്റാഫ് നേഴ്സ് PSC നിലവിൽ ഇപ്പൊ ഇതുവരെ 1023 നടന്നിട്ടുണ്ട്. ഒരു 500 കൂടി എന്തായാലും പ്രതീക്ഷിക്കാം. DHS JPHL 1649 നിയമനം നടന്നിട്ടുണ്ട്. DME JPHL 26 നിയമനങ്ങൾ നടന്നിട്ടുണ്ട്. സോ ടോട്ടൽ ഇതുവരെ 4263 നിയമനം ഇതുവരെ കഴിഞ്ഞ 3 വർഷം നടന്നിട്ടുണ്ട്. അല്ലെങ്കിൽ നേഴ്സുമാർക്ക് 4263 പേർക്ക് ഗവൺമെന്റ് ജോലി ലഭിച്ചിട്ടുണ്ട്. നിങ്ങൾ ഓർക്കണം, 4263 ജോലി കിട്ടുക എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ DHS സ്റ്റാഫ് നേഴ്സ് PSC എക്സാം എഴുതിയത് 20,000-ൽ താഴെ പേര് മാത്രമാണ്. 20,000-ൽ താഴെ പേര് മാത്രമാണ് എഴുതിയത്. അതിലാണ് ആ എഴുതിയ നോക്കുക, അത് വെച്ച് കമ്പയർ ചെയ്ത് 4263 പേർക്ക് ജോലി കിട്ടിയിട്ടുണ്ട് അല്ലേ. ഇനി നോക്കാം, ഇനി 500 നിയമനം എന്താണ് DML നടക്കും. സോ അപ്പൊ തന്നെ 4700 കഴിഞ്ഞു. 4700. ഇത് കൂടാതെ ഹോമിയോപ്പതിയുടെ നിയമനങ്ങൾ നടക്കുന്നുണ്ട്. ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജസിലേക്ക് DHSല് IMSന്റെ നിയമനങ്ങൾ നടക്കുന്നുണ്ട് ഓരോ ജില്ലയിലും. അതുപോലെ തന്നെ ANMന്റെ നില ഓക്സിലറി നേഴ്സ് മിഡ്വൈഫിന്റെ നിയമനങ്ങൾ നടക്കുന്നുണ്ട്. അതിൽ GNMകാർക്കും BScക്കാർക്കും MScക്കാർക്കും എഴുതാം. ഇതിന്റെ നിയമനങ്ങൾ നടക്കുന്നുണ്ട്. അതിന്റെ ലിസ്റ്റ് ഞാൻ എടുത്തിട്ടില്ല. പിന്നെ സ്റ്റാഫ് നേഴ്സിന്റെ റിസർവേഷൻ കാറ്റഗറി SC ST കാറ്റഗറിയുടെയൊക്കെ NCകൾ നടക്കുന്നുണ്ട്. മുസ്ലിം കാറ്റഗറിയുടെ NC നടക്കുന്നത് കണ്ണൂരിൽ പോലും കഴിഞ്ഞ 5 നടന്നു. അങ്ങനെയൊക്കെ വെച്ച് നിയമനങ്ങൾ നടക്കുമ്പോ NCA DMEയിലും നടക്കുന്നുണ്ട് അല്ലേ. കഴിഞ്ഞ 94 വേക്കൻസി നടന്നു. അപ്പൊ ഇതെല്ലാം കൂടെ നടക്കുമ്പോ ശരിക്കും ഒരു 500 നിയമനം ശരിക്കും നടന്നിട്ടുണ്ട്. നേഴ്സുമാർക്ക് ഒരു 500 പേർക്ക്, സ്റ്റാഫ് നേഴ്സുമാർക്ക് അല്ലെങ്കിൽ നേഴ്സിംഗ് കഴിഞ്ഞവർക്ക് ജോലി കിട്ടിയിട്ടുണ്ട്. 500 അല്ല, സോറി, 5000 പേർക്ക് ജോലി കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. കഴിഞ്ഞ DHS എക്സാം 20,000-ൽ താഴെ പേരാണ് എഴുതാൻ ഉദ്ദേശിച്ച് നമ്മൾ പറഞ്ഞു. ഇപ്പൊ ഈ UK-യുടെ ഒരു ഡിലേ ഒക്കെ വരുന്നവർ ഒരു 10,000 പേരുടെ എക്സാം കൂടുതൽ പേര് എഴുതിയേക്കാം. ഒരു 30,000 അല്ലെങ്കിൽ ഒരു 35,000 പേര് അല്ലെങ്കിൽ ഒരു 40,000 പേര്, ഇരട്ടി ഞാൻ പറയും, 20,000-ന്റെ ഇരട്ടി 40,000 പേര് എക്സാം എഴുതിയെന്ന് കരുതുക. 40,000 എക്സാം എഴുതിയാലും അതിൽ 5,000 പേർക്കോളം ഈ ഒരു മാസത്തെ നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ എന്ന അടുത്ത 3 വർഷത്തില് ജോലി ലഭിക്കാൻ പോവുകയാണ്. ഈ 40,000 എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ഈ 40,000-ൽ ആത്മാർത്ഥമായിട്ട് ഈ സിലബസ് കംപ്ലീറ്റ് ചെയ്ത് പഠിച്ചെഴുതുന്നത് ഇതിന്റെ വെറും 10% ശരിക്കുള്ള കണക്ക്.
ശരിക്കും അതിന്റെ 10% കണക്ക്. ഞാൻ ഇത്തവണ നിങ്ങൾക്ക് എക്സാമിന് കുറച്ചുകൂടി സമയം അല്ലെ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ വരെ സമയമുള്ളത് കൊണ്ട് കുറച്ചുകൂടെ പേര് സിലബസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് പഠിക്കും. അതുപോലെ UK വെളിയിലേക്ക് പോകുന്നവരുടെ ചാൻസ് കുറഞ്ഞതുകൊണ്ട് കുറച്ച് പേരൂടെ പഠിക്കുമെന്ന് ഞാൻ ഒരു ഹൈക്ക് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ആ ഒരു ഡേറ്റ് കൂടെ ഞാൻ എടുക്കുകയാണ്. സോ അതുകൊണ്ട് തന്നെ ഞാൻ 20% പേര്, ഈ 40,000 പേര് എഴുതുന്നതിന്റെ 20% പേര് ഞാൻ പറയുകയാണ് അവര് സിലബസ് കംപ്ലീറ്റ് ചെയ്ത് പ്രോപ്പറായിട്ട് പഠിച്ചെഴുതും. അപ്പൊ 40,000ത്തിന്റെ 20% എന്ന് പറയുന്നത് 8,000 പേരാണ്. ആ 8,000 പേരിൽ 5,000 പേർക്ക് ജോലി കിട്ടും. 8,000 പേരിൽ 5,000 പേർക്ക് ജോലി കിട്ടുമെന്ന് പറഞ്ഞാൽ 2-1 അല്ലെ, 1 എത്രയിലോ ഒരാൾക്ക് ജോലി കിട്ടുമെന്നാണ് അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒന്ന് മര്യാദയ്ക്ക് പഠിച്ചു കഴിഞ്ഞാൽ ഈ ഒരു അവസരത്തിൽ നിങ്ങൾക്ക് ഗവൺമെന്റ് ജോലി ഉറപ്പിക്കാനുള്ള വലിയ അവസരങ്ങളാണ്. അത് ഒന്നിൽ പഠിച്ചാൽ ഞാൻ പറഞ്ഞു 4 അല്ലെങ്കിൽ ഒരു പടിക്ക് 4 പക്ഷിയാണ്. DHS കിട്ടിയില്ലെങ്കിൽ DME കിട്ടിയില്ലെങ്കിൽ JPHN DME, അല്ലെങ്കിൽ DME JPHN കിട്ടിയ DHS JPHN, അത് കിട്ടിയില്ലെങ്കിൽ അടുത്ത ഹോമിയോപ്പതി, അത് കിട്ടിയില്ല അടുത്ത NCA വേക്കൻസികൾ. എത്ര അവസരങ്ങളാണ്, ഒന്ന് ആലോചിച്ച് നോക്കി. നിങ്ങൾ തന്നെ അറിയാം, ഇപ്പൊ ആദ്യം DHS ജോയിൻ ചെയ്തവരെങ്കിൽ അടുത്ത DME അത് നോൺ ജോയിനിങ് ആയിട്ട് മാറും. ഇനി DME ആണ് ജോയിൻ ചെയ്യുന്നത്, DHS റാങ്ക് ലിസ്റ്റിനകത്ത് അത് നോൺ ജോയിനിങ് ആയിട്ട് മാറും. ഇനി അവർ തന്നെ JPHN ലിസ്റ്റിലുണ്ടെങ്കിൽ DME അവർ ജോയിൻ ചെയ്യുകയാണെങ്കിൽ JPHL നിന്ന് വീണ്ടും താഴേന്ന് കൂടുതൽ നിയമനങ്ങൾ നടക്കും അല്ലെ. എത്രമാത്രം അവസരമാണെന്നൊന്ന് ആലോചിച്ച് നോക്കി. ഇതിലും പഠിക്കാൻ പറ്റിയ ഒരു അവസരം, പഠിച്ചാൽ ജോലി കിട്ടുന്ന ഒരു അവസരം ഇനി ഒരിക്കലും സംഭവിക്കാൻ പോകുന്നില്ല നേഴ്സുമാരെ സംബന്ധിച്ച്. അത്ര വലിയൊരു അവസരമാണ്. നിങ്ങൾക്ക് തന്നെ മനസ്സിലായിക്കാണ് ഈ ഒരു ഡേറ്റ. ഇത് ഞങ്ങൾ വേറെ ഒരിടത്തൊന്നും പഠിച്ചത് നോക്കി, ഇത് ഗവൺമെന്റ് ഡേറ്റയാണ്. ഇത് ഗവൺമെന്റ് ഡേറ്റയാണ്. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാം. ഇത് കൃത്യമായ ഗവൺമെന്റ് ഡേറ്റയാണ്. അല്ല, ഞങ്ങൾ ഉണ്ടാക്കിയ ഡേറ്റ അല്ല. ഞങ്ങൾ കളക്ട് ചെയ്ത് നിങ്ങളെ അത് ഒന്ന് സ്ക്രൂട്ടിനി ചെയ്ത് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഒരു റിവ്യൂ തരുന്നേ ഉള്ളൂ. ഒന്ന് മനസ്സിലാക്കിയാൽ നിങ്ങൾ 2,000 പേര് മര്യാദയ്ക്ക് എഴുതിയാലും അതിന് 4,000, 5,000 പേർക്ക് ജോലി കിട്ടുന്നുണ്ട്. സോ 2-1 ജോലി കിട്ടും. വീണ്ടും ഞാൻ പറഞ്ഞു, കഴിഞ്ഞ DHS എക്സാം എഴുതിയത് 20,000 താഴെയാണ്. 20,000 ഒത്തിരി താഴെയാണ്. സോ അതിൽ തന്നെ നോക്കുക. ഇപ്പൊ ഇത്തവണ ഞാൻ വീണ്ടും അതിന്റെ ഇരട്ടി എടുത്തു. 40,000 പേര് എടുത്തിട്ടാണ് അതിന്റെ 10% പഠിക്കുന്നത്. നോർമലി നമ്മുടെ ഡേറ്റയിൽ 10% മുതൽ 15% പേര് സിലബസ് കംപ്ലീറ്റ് ചെയ്ത് പഠിച്ചിരുന്നുള്ളൂ. ഞങ്ങൾ കൃത്യമായ ഡേറ്റയിൽ എടുത്തിട്ടുണ്ട് എക്സാം കഴിഞ്ഞിട്ട്. പക്ഷെ ഇത്തവണ ഞാൻ പറഞ്ഞു കുറച്ചുകൂടെ എക്സാമിന് പഠിക്കാൻ കുറച്ചുകൂടെ സമയമുണ്ട്. ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ ഒരു സമയമൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ ജൂലൈ, ഓഗസ്റ്റ് എന്നൊക്കെ പറയാം. എങ്കിലും 7 മാസമെങ്കിലും മിനിമം കിട്ടുന്നുണ്ട്. സോ അതുകൊണ്ട് പിന്നെ ഈ പറഞ്ഞ പോലെ UK മറ്റു പ്രോസസ്സിംഗ് ഡിലേ ആയതുകൊണ്ട് കുറച്ചുകൂടെ കുട്ടികൾ അതിനുവേണ്ടി പഠിക്കുമെന്നും ഞാൻ കരുതുകയാണ്. സോ അതുകൊണ്ട് തന്നെ ഞാൻ 20% പേര് കംപ്ലീറ്റ് ചെയ്യും. 10% നേരെ ഇരട്ടി എടുക്കുകയാണ്. എന്നിട്ട് പോലും നിങ്ങൾ എടുത്താൽ പോലും 2-1 ജോലി ഉറപ്പാണ് അല്ലെ. അല്ലെ, വെറുതെ പഠിക്കാതെ പോയി എഴുതുന്ന അപ്ലൈ ചെയ്തവരുടെ കണക്ക് നിങ്ങൾ എടുക്കേണ്ട. വെറുതെ ജോലി ചെയ്യുന്ന അവരുടെ കോഴ്സിന് വരുമ്പോൾ അവർ നോർമലി എല്ലാവരും അപ്ലൈ ചെയ്യും അല്ലെ, PSC അപ്ലൈ ചെയ്യും. എന്നിട്ട് ചിലപ്പം ജോലി അന്ന് ലീവ് കിട്ടിയില്ലെങ്കിൽ ജോലിക്ക് എക്സാമിന് പോലും പോകാത്തവരാ പകുതി പേര്. പ്രൈവറ്റിലൊക്കെ വർക്ക് ചെയ്യുന്നവരാണ്, അന്ന് ലീവ് കിട്ടിയില്ലെങ്കിൽ അന്ന് PSC എക്സാം എഴുതില്ല. അങ്ങനെയുള്ളവരാണ് പകുതി പേര് അല്ലെ. പിന്നെ ബാക്കിയുള്ളവരാണെങ്കിൽ ജോലിയും കഴിഞ്ഞ് എല്ലാം നോക്കിയിട്ട് പഠിക്കുന്നവരാണ്. 90% ജോലിയുണ്ട്. അതുകൊണ്ട് തന്നെ പകുതി സിലബസ് പോലും കംപ്ലീറ്റ് ചെയ്ത് എഴുതുന്നവരാണ്. സോ സിലബസ് കംപ്ലീറ്റ് ചെയ്യുന്നവര് ഞങ്ങളുടെ കൃത്യമായ ഡേറ്റ അനുസരിച്ച് 10 മുതൽ 15% വരെ മാത്രമാണ്. അപ്പൊ ഇത്തവണ ഞാൻ 20% എടുത്താലും വെറും 8,000 പേര് ആദ്യം വരിക. അതിനകത്ത് 4,000, 5,000 പേർക്ക് ഗവൺമെന്റ് ജോലി കിട്ടുന്നുണ്ട് നേഴ്സുമാർക്ക്. ഇത്രയും കൃത്യമായ ഡേറ്റ ഞാൻ തരുന്നുണ്ട്. ഇനിയും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നില്ല എങ്കിൽ ഇതിലും കൂടുതൽ മോട്ടിവേഷൻ എനിക്ക് തരാനില്ല നിങ്ങൾക്ക് അല്ലെ. 2-1 ജോലി കിട്ടാൻ അത്രയും സാധ്യത ഉണ്ടായിട്ട് നിങ്ങൾ പഠിച്ചില്ല എങ്കിൽ, ആ സിലബസ് ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് പഠിച്ചില്ല എങ്കിൽ പിന്നെ ഇനി എന്തിനാണ് നിങ്ങൾ നഴ്സിംഗ് പഠിച്ചത് ഞാൻ ചോദിച്ചു പോവുകയാണ്. ഇത്രയും സമയം നമുക്ക് ദൈവം സഹായിച്ച് തന്നു. ജൂലൈ, ഓഗസ്റ്റ് വരെയൊക്കെ സമയമുണ്ട് പഠിക്കാൻ. എന്നിട്ടും പഠിക്കുന്നില്ല എങ്കിൽ, എന്നിട്ടും 50,000 രൂപ സാലറി പോലും വില കൽപ്പിക്കുന്നില്ല എങ്കിൽ നമ്മൾ നമ്മളോട് തന്നെ ചെയ്യുന്ന കുറ്റമാണ്. അല്ലെങ്കിൽ നമ്മളെ കഷ്ടപ്പെട്ട് നഴ്സിംഗ് പഠിപ്പിച്ച നമ്മുടെ പാരന്റ്സിനോട് ചെയ്യുന്ന തെറ്റാണ്. അല്ലെങ്കിൽ നിങ്ങൾ കോച്ചിങ്ങിന് വേണ്ടി കാശ് തന്ന നിങ്ങളുടെ ഹസ്ബൻഡിനോടോ ഫാമിലിയോടോ ചെയ്യുന്ന തെറ്റാണത്. ഒന്ന് പഠിക്കുക. ഇതിലും വലിയൊരു അവസരം ഇനി കിട്ടാനില്ല നിങ്ങൾക്ക് ജോലി കിട്ടാൻ. അത്രയും വലിയൊരു ചാൻസുകളാണ്. ഒന്നിൽ പിഴച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, ഒന്നിനു പുറകെ ഒന്നായിട്ട് നിങ്ങൾക്ക് അഡീഷണൽ ബോണസുകളാണ് കിട്ടുന്നത്. സോ ഇനി നിങ്ങൾ പഠിച്ചു തുടങ്ങിയില്ല, നമ്മുടെ DME സ്റ്റാഫ് നേഴ്സ് പ്ലസ് JPHN ബാച്ചിലേക്കുള്ള അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ദയവ് ചെയ്ത് സമയം കളയാൻ ഒരു ദിവസം നേരത്തെ ജോയിൻ ചെയ്ത് ഒരു ദിവസം നേരത്തെ പഠിച്ചു തീർത്ത് പ്രോപ്പറായിട്ട് റിവിഷനും ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട്, മോഡൽ എക്സാമും OMR എക്സാമും എല്ലാം വർക്കൗട്ട് ചെയ്ത് ഒരു തവണ ഒന്ന് എക്സാം എഴുതുക.
സോ ഞങ്ങൾ വലിയൊരു സന്തോഷം കൂടി അറിയിക്കുകയാണ്. നമ്മുടെ നേഴ്സസ് സക്സസ് മാജിക്കിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റഡ് ആപ്പ്, അല്ല കേരളത്തിലെ ഏറ്റവും മികച്ച ആപ്പ്, അതിൽ ഒരു ഡൗട്ടും നിങ്ങൾക്ക് അതിൽ വേണ്ട. ഒന്ന് ഇൻസ്റ്റാൾ ചെയ്തൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക. ഇത്രയും സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങൾക്ക് ഓരോ കോഴ്സിനകത്ത് എല്ലാ കാര്യങ്ങളും, തിയറി നോട്ട്, ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസ്സസ്, ടോപ്പിക് വൈസ് ആയിട്ട് 20,000-ലധികം പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ്, കംപ്ലീറ്റ് ഓൾ ഇന്ത്യ ലെവൽ എക്സാം, കുഞ്ഞു 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 ടോപ്പിക്കുകളായിട്ട് കംപ്ലീറ്റ് പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻസ്, 25,000-ലധികം ക്വസ്റ്റ്യൻസ് ഇപ്പൊ തന്നെ ഉണ്ട്. ഈ ഞങ്ങൾ വീണ്ടും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും അതിനകത്ത് ക്വസ്റ്റ്യൻസ് ആടായിക്കൊണ്ടിരിക്കുകയാണ്. ദെൻ ഓരോ സബ്ജക്ട്സിനും 10-ലധികം യൂണിറ്റ് ടെസ്റ്റുകളുണ്ട്, 25 ക്വസ്റ്റ്യൻസിന്റെ. ഓരോ സബ്ജക്ട്സിനും 10 മോഡൽ എക്സാംസ് ഉണ്ട്, 50 ക്വസ്റ്റ്യൻ. അത് തന്നെ ഓരോ സബ്ജക്ട്സിനും 500 ക്വസ്റ്റ്യൻ വെച്ച് വരുന്നുണ്ട്. അതിൽ 8 മോഡൽ എക്സാമുകൾ നിങ്ങൾ ഓരോ മന്ത് റിവിഷൻ ചെയ്ത് എഴുതണം. അവസാനം 2 മോഡൽ എക്സാമുകൾ നമ്മുടെ 2 മാസത്തെ റിവിഷൻ പ്ലാനിലാണ് നമ്മൾ എഴുതുന്നത്. ഇതുകൂടാതെ എല്ലാ മാസവും നിങ്ങൾക്ക് ഓൺലൈൻ എക്സാം ഉണ്ട്, ഓൾ കേരള എക്സാം ഉണ്ട്, എല്ലാ മാസവും ലൈവ് OMR എക്സാം ഉണ്ട് നിങ്ങളുടെ നെഗറ്റീവ് മാർക്കിംഗ് കുറയ്ക്കാനായിട്ട്. പിന്നെ ഇതുകൂടാതെ എല്ലാ ആഴ്ചയും നിങ്ങൾക്ക് 3 പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ, ഒരു കേരള PSCയുടെയും MSc പോസ്റ്റ് PSC എൻട്രൻസ്, ഒരു കേരള എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ, ഒരു കേന്ദ്ര ഗവൺമെന്റ് എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ, മറ്റ് സംസ്ഥാനങ്ങളിലെ PSC, പോസ്റ്റ് PSC, MSc എൻട്രൻസ് ക്വസ്റ്റ്യൻ പേപ്പറുകൾ എല്ലാ ആഴ്ചയും 3 ക്വസ്റ്റ്യൻ പേപ്പർ ഹോംവർക്ക് ആയിട്ട് തരുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാ ആഴ്ചയും ഒരു OMR എക്സാം എഴുതി മൈനസ് മാർക്ക് കുറയ്ക്കാനും, അതുപോലെ തന്നെ ഓരോ സബ്ജക്റ്റിന്റെ സബ്ജക്ട് ഫയൽ പ്രിപ്പയർ ചെയ്യാനും വേണ്ടി 100 പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ് വിത്ത് OMR ഷീറ്റ് ഒറിജിനൽ ക്വസ്റ്റ്യൻ പേപ്പർ ലഭിക്കുന്നത്. ഇത് കൂടാതെ നമ്മുടെ തിയറി നോട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓരോ ടോപ്പിക്കിനകത്തുള്ള കൃത്യമായ എക്സാം പോയിന്റുകൾ, അതിന്റെ ബ്രാക്കറ്റിൽ ഏത് എക്സാം ചോദിച്ചെന്ന് വരെ എഴുതിയിട്ടാണ് നമ്മുടെ തിയറി നോട്ട് എന്ന് പറയുന്നത്. അല്ലെ, നിങ്ങൾക്ക് തന്നെ അറിയാം ഏറ്റവും മികച്ച തിയറി നോട്ടാണ് നമ്മുടെ എന്നുള്ളത്. അതുകൊണ്ടാണ് നമ്മുടെ ക്ലാസ്സിലെ തിയറി നോട്ടുകൾ കുട്ടികൾ അത്രയും ആഗ്രഹിച്ച് വരുന്നത്. പിന്നെ രണ്ടാമത് അതിനും അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ് LMR ക്വിക്ക് ബൂസ്റ്റർ പോയിന്റ്സ്. റിവിഷൻ ആയിട്ട് അവസാനത്തെ 2 മാസം റിവിഷൻ ആയിട്ട് ഓരോ ടോപ്പിക്കിന്റെയും അതിനകത്തുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് മാത്രം ഉൾപ്പെടുത്തിയ 1 ലൈനറുകളാണ്. ഏത് എക്സാം ചോദിച്ചു എന്ന് പറയാൻ എന്റെ ബ്രാക്കറ്റിൽ എഴുതിയിട്ടുണ്ടാവും. കേരള PSC ആണോ, MSc എൻട്രൻസ് ആണോ, പോസ്റ്റ് PSC ആണോ, സ്പെഷ്യാലിറ്റി എൻട്രൻസ് ആണോ, JPH ആണോ, PhD എൻട്രൻസ് ആണോ, അല്ലെങ്കിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ക്വസ്റ്റ്യൻ ആണോ, കൃത്യമായിട്ട് ഓരോന്നും എയിംസിന്റെ എക്സാം ആണോ, 1 ലൈനറുകളായിട്ട് ഓരോ ടോപ്പിക്കിന്റെയും ക്വസ്റ്റ്യൻസും തരും. അത് മാത്രം വായിച്ച് പഠിച്ചിട്ട് പോയാലും നിങ്ങൾക്ക് ജോലി കിട്ടും, അതിലൊരു ഡൗട്ടും വേണ്ട. അത്രയും കഷ്ടപ്പെട്ട് കഴിഞ്ഞ 8 മാസം സിസ്റ്റമായിട്ട് തയ്യാറാക്കിയ LMR ക്വിക്ക് ബൂസ്റ്റർ പോയിന്റ്സ് നോട്ടുമാണ്. 300-ലധികം ക്വസ്റ്റ്യൻ പേപ്പർ റെഫർ ചെയ്തിട്ടുണ്ടാകുന്ന ബൂസ്റ്റർ പോയിന്റുകളാണ്. അത് മാത്രം പഠിച്ചാലും നിങ്ങൾക്ക് ഡയറക്റ്റ് 50%-ലധികം മാർക്ക് കിട്ടും. കഴിഞ്ഞ 9 എക്സാമിൽ അത് കിട്ടിയതാണ്. സബ്ജക്ട് ഫയൽ അഡീഷണൽ ആയിട്ടുണ്ട് നിങ്ങൾക്ക്. പിന്നെ എൻഗ്ലക്സ് അല്ലെ, ക്ലിനിക്കൽ ബേസ്ഡ് ക്വസ്റ്റ്യൻ ഒരു 10 ക്വസ്റ്റ്യൻ ഇങ്ങനെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എൻഗ്ലക്സ് ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾക്ക് ആപ്ലിക്കേഷനിൽ വർക്ക്ഔട്ട് ചെയ്ത് പഠിക്കാം. ഇത്രയും സിസ്റ്റമാറ്റിക് ആയിട്ട് എല്ലാം നിങ്ങൾക്ക് ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആണ്. നമ്മുടെ നേഴ്സസ് സക്സസ് മാജിക്കിന്റെ പുതിയ റീലോഞ്ച് ചെയ്തിരിക്കുന്ന ആപ്പിൽ ഒരു തവണ നിങ്ങൾ നേഴ്സസ് സക്സസ് മാജിക് അറിയപ്പെടുന്നത് 50% എങ്കിലും ഞങ്ങളുടെ കൂടെ, പ്രത്യേകിച്ച് നേഴ്സിംഗ് എഡ്യൂക്കേഷൻ, അഡ്മിനിസ്ട്രേഷൻ, റിസർച്ച്, സൈക്കോളജി, സോഷ്യോളജി, മൈക്രോബയോളജി, ഈ സബ്ജക്ട്സിന്റെ മാർക്ക് നിങ്ങൾക്ക് ഇതുവരെ നഷ്ടപ്പെട്ട് ജോലി അല്ലെങ്കിൽ നല്ല റാങ്കിലേക്ക് എത്താത്തവരാണെങ്കിൽ ധൈര്യമായിട്ട് ജോയിൻ ചെയ്തോളൂ. ആ സബ്ജക്ട്സിന്റെ ഏറ്റവും മികച്ച മാർക്ക് നേടിക്കൊണ്ട് നിങ്ങൾക്ക് നല്ല റാങ്കിലേക്ക് എത്താൻ പറ്റും. അല്ലാതെ മെഡിക്കൽ സർജിക്കലും മാത്രം പഠിച്ച് ജോലി കിട്ടാമെന്ന് ആഗ്രഹിച്ചിരിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ സമയമാണ് നിങ്ങൾ വേസ്റ്റ് ആക്കുന്നത്. നിങ്ങളുടെ തീരുമാനങ്ങളാണ് നമ്മുടെ നാളെ നഴ്സിംഗ് ഓഫീസർ ആക്കാൻ പോകുന്നത്. നമ്മളാണ് തീരുമാനിക്കേണ്ടത്. നമ്മളാണ് നമ്മുടെ എക്സാമിനെ അറിഞ്ഞ് പ്രിപ്പയർ ചെയ്യേണ്ടത്. സോ കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്താണ് എക്സാമിന് പഠിക്കേണ്ടത്, അതിന് ഞാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്റെ പോരായ്മകൾ എന്തൊക്കെയാണ്, അത് സോൾവ് ചെയ്ത് ഒരു 50% നേഴ്സസ് സക്സസ് കരിയർ പോയിന്റ് കണ്ടന്റ് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഗവൺമെന്റ് ജോലി ഉറപ്പാണ്. അതിൽ ഒരു ഡൗട്ടും ഞങ്ങൾ പറയില്ല. നിങ്ങൾക്ക് നമ്മുടെ കുട്ടികളോട് ചോദിക്കാം, കഴിഞ്ഞ റാങ്ക് ലിസ്റ്റുകളിൽ ആദ്യ റാങ്കിൽ ജോലി കിട്ടിയവരോട് ചോദിക്കാം. അല്ലെ, നിങ്ങൾക്ക് നമ്മുടെ ടോപ്പ് റാങ്കേഴ്സ് ലിസ്റ്റ് നമ്മുടെ ആപ്പിൽ തന്നെ ഒരു 30% പേരുടെയെങ്കിലും ഞങ്ങൾ ഇപ്പൊ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവരോടൊക്കെ റെഫർ ചെയ്യാം. നമ്മുടെ ടോപ്പ് റാങ്കേഴ്സിന്റെ ഫോട്ടോസ് എല്ലാം അതിനകത്തുണ്ട്. നിങ്ങൾക്ക് ആ ലിങ്കിലൂടെ അവരിലേക്ക് തന്നെ പോകാൻ പറ്റും. സോ ഒന്ന് അവരോടൊക്കെ ഒന്ന് റെഫർ ചെയ്യുക. നോട്ട് എങ്ങനെയുണ്ട്, സബ്ജക്ട് ഫയൽ എങ്ങനെയുണ്ട്, പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് എങ്ങനെയുണ്ട്, മോഡൽ എക്സാമുകൾ എങ്ങനെയുണ്ട്, ക്ലാസ്സുകൾ, തിയറി ക്ലാസ് എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആണോ? സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രം 100% കോൺഫിഡന്റ് ഉണ്ടെങ്കിൽ മാത്രം ജോയിൻ ചെയ്ത് പഠിക്കുക. ഒരേ ഒരു തവണ നേഴ്സസ് സക്സസ് മാജിക് കരിയർ പോയിന്റിനോടൊപ്പം ഈ ഒരു ലേണിംഗ് ആപ്പിലൂടെ സഹായത്തോടു കൂടി നിങ്ങൾ ഒന്ന് പ്രിപ്പയർ ചെയ്യുക. നിങ്ങളുടെ ഗവൺമെന്റ് ജോലി എന്ന സ്വപ്നം നിങ്ങൾക്ക് ഉറപ്പായിട്ട് സാക്ഷാത്കരിക്കാൻ പറ്റും. സോ നല്ല ഡിസിഷനുകൾ എടുത്ത് പഠിച്ചു തുടങ്ങുക, ആത്മാർത്ഥമായിട്ട് പ്രിപ്പയർ ചെയ്യുക. നാളെ ഗവൺമെന്റ് ജോലി എന്ന സ്വപ്നം നിങ്ങൾക്ക് നേടാൻ കഴിയട്ടെ. പുതിയ വർഷത്തിൽ പുതിയ തീരുമാനങ്ങൾ, റെസൊല്യൂഷൻസ് ഞാൻ പറയും. നിങ്ങൾക്ക് ഈ ഒരു എക്സാം സിലബസ് കംപ്ലീറ്റ് എഴുതുന്നതായിരിക്കണം നിങ്ങളുടെ റെസൊല്യൂഷൻ, ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. സോ ആത്മാർത്ഥമായിട്ട് പ്രിപ്പയർ ചെയ്യാൻ കഴിയട്ടെ. സിസ്റ്റമാറ്റിക് ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് പഠിച്ച് കോൺഫിഡൻസോടുകൂടി കൂളായിട്ട് പോയി എക്സാം എഴുതി